അഭിനന്ദരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ ഇടവകയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മുഹൂർത്തമാണിത്. ഒരു ഇടവകയ്ക്ക് ഒരു ദേവാലയം പണിയുവാനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയായി തീരുമ്പോഴാണ്. നിങ്ങൾ എത്ര ക്ലേശിച്ചാലും എത്ര ധനം സ്വരൂപിച്ചാലും ഒരു ദേവാലയം പണിയുവാൻ നിങ്ങൾക്ക് ദൈവം അനുവാദം തരികയും നിങ്ങളത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവത്താൽ നിങ്ങൾ പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ദീർഘമായ വിവരണമൊന്നും ഞാൻ ഇവിടെ പറയാൻ ഇപ്പോഴാഗ്രഹിക്കുന്നില്ല, അല്പം സമയം കടന്നു പോയിട്ടുണ്ട്. ഈ ദേവാലയത്തെക്കുറിച്ച് രണ്ട് അടിസ്ഥാന ആശയങ്ങളാണ് തിരുവെഴുത്തിൽ കാണുന്നത്. ഒന്നാമത്തെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ശലോമോൻ രാജാവ് പണിയുന്ന മരവും അതുപോലെയുള്ള മണ്ണും കല്ലും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ദേവാലയമാണ്. ആ ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ദാവീദ് രാജാവാണ്. പക്ഷേ ദാവീദ് രാജാവിന് സമ്പത്ത് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ദേവാലയം പണിയുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ദാവീദ് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ദൈവത്തിന്. ദാവീദ് ആഗ്രഹിച്ചത്, എൻ്റെ കൊട്ടാരം ഗംഭീരമാണല്ലോ, ദൈവമേ നീ വസിക്കുന്ന വീട് അല്ലെങ്കിൽ ആ സ്ഥലം എൻ്റെ കൊട്ടാരത്തേക്കാൾ ദയനീയമായി ഇരിക്കുന്നു, അതെനിക്ക് കാണാൻ സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ദാവീദിനോട് യഹോവ പറഞ്ഞു, നിൻ്റെ ആഗ്രഹം നല്ലതാണ്, നീ അത് പണിയണമെന്നില്ല, ദേവാലയം നീ പണിയുന്നതിനോട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്, നിൻ്റെ മകൻ പണിയട്ടെ. അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട് താനും. പക്ഷെ ഒരു ദേവാലയം നിർമ്മിക്കുന്നു എന്നുള്ളതിൻ്റെ പുറകിൽ കുറേ വികസന നടപടികൾ ഉണ്ടായിരുന്നു, അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അത് യാക്കോബ് ഹാറാനിലേക്ക് ഒളിച്ചോടിപ്പോകുന്ന സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ സൂചന ഉണ്ടാകുന്നുണ്ട്. പിന്നീട് മേഘത്തൂണിലും അഗ്നിസ്തംഭത്തിലും കൂടെ ഇസ്രായേലിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. അത് കഴിഞ്ഞ് നിയമപെട്ടകം എന്ന് പറയുന്നൊരാശയമുണ്ട്. അത് കഴിഞ്ഞ് കൃപാസനം നിയമപെട്ടകത്തിലെ ഉൾക്കൊള്ളിക്കപ്പെടുന്നു എന്നൊരു ആശയമുണ്ട്. അത് കഴിഞ്ഞ് സമാഗമന കൂടാരം എന്ന് പറയുന്നൊരാശയമുണ്ട്. ഇങ്ങനെ ഒരു ദേവാലയത്തിൻ്റെ ഒരു ശലോമോൻ രാജാവ് പണിത ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പുറകിൽ ഒരുപാട് ചവിട്ടുപടികളുണ്ട്. അത് മറക്കാൻ പാടില്ല. അതൊരു സഞ്ചരിക്കുന്ന ദേവാലയം എന്ന കൺസെപ്റ്റാണ് ആദ്യം. പിന്നീട് അത് സ്ഥിരപ്രതിഷ്ഠ നേടുന്നുണ്ട്. ഇവരോടൊപ്പം ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. മോശ അതാ പറഞ്ഞത്, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇല്ലെങ്കിൽ ഞാൻ ഇവരുടെ നായകത്വം വഹിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നു, വാശി പിടിക്കുന്നുണ്ട്. പക്ഷേ മോശയെ ദൈവത്തിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനം മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദേവാലയം, ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ദേവാലയം എന്നൊരു സങ്കല്പത്തിൻ്റെ പുറകിൽ ഒരു 4-5 ചവിട്ടുപടികളുണ്ട്, അതിൻ്റെ സ്റ്റേജസ് ഉണ്ട്. പിന്നീടാണ് ഈ ശലോമോൻ രാജാവ് 46 വർഷം കൊണ്ട് ഒരു ദേവാലയം പണിയുന്നത്. അതിൻ്റെ ആർക്കിടെക്റ്റ് അതും ദൈവം പറഞ്ഞ ആൾ തന്നെയായിരുന്നു. അതിൻ്റെ നീളം, വീതി, അതിൻ്റെ ഭിത്തിവണ്ണം, അതിൻ്റെ കവാടങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള അലങ്കാര വസ്തുക്കൾ, ഇതെല്ലാം പണിയുവാൻ തക്കവണ്ണം വിശ്വാസികൾ തന്നെ അവരുടെ ആഭരണങ്ങളും ധനവും മരവും എല്ലാം കൊടുക്കുകയാണ്. നിങ്ങൾ ഈ ദേവാലയം നിർമ്മിച്ചത് 2 കോടി രൂപ ചെലവ് വന്നിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. ആ 2 കോടി രൂപ ഉണ്ടാകാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഈ ഇടവയ്ക്ക് ഇല്ല. പക്ഷേ ഈ ദേവാലയം പണിയണമെന്ന നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ട്, നിങ്ങളുടെ സ്വന്തം വീട് പണിയുന്നത് പോലെയുള്ളൊരു വികാരം കൊണ്ടാണ് നിങ്ങൾ പണിതുയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്, സമൂഹമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. അങ്ങനെ ഒരു ദേവാലയം നിങ്ങൾ പണിതുയർത്തി. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പം പഴയ നിയമത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ശലോമോൻ രാജാവ് 2 കൈയും നിവർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാണ് ദേവാലയം, എന്തൊക്കെയാണ് ഈ ദേവാലയത്തിന് സാധിക്കാനുള്ളത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ദേവാലയം പണിത് കഴിഞ്ഞ് ആവേശത്തോടെ, സങ്കടത്തോടെ, സന്തോഷത്തോടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ വേദപുസ്തകത്തിൽ നിന്നും നാളെയുമായിട്ട് വായിക്കും. ഇത് പഴയ നിയമത്തിലൊരു സങ്കല്പമാണ്.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തിന് മറ്റൊരു സങ്കല്പമുണ്ട്. അത് കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പുരുഷാരത്തോട് പറയുന്നുണ്ട്, ഈ യെരുശലേം ദേവാലയം ഞാൻ 3 ദിവസം കൊണ്ട് ഉള്ള ദേവാലയം ഞാൻ പൊളിച്ച് നശിപ്പിച്ചതിന് ശേഷം എനിക്ക് 3 ദിവസം മതി ഈ ദേവാലയം പണിയുവാനായിട്ട്. അപ്പോൾ ഒരു കേൾവിക്കാർ പറഞ്ഞു, നീ എന്തുവായി പറയുന്നത്? ഞങ്ങൾ 10-46 വർഷം കൊണ്ട് പണിത ദേവാലയം 3 ദിവസം കൊണ്ട് നീ തല്ലിപ്പൊളിച്ചിട്ട് ഒരു പുതിയ ദേവാലയം പണിയുമെന്ന് പറയുന്നത് നിനക്ക് എന്തോ തലയ്ക്ക് കുഴപ്പമുണ്ട് എന്നായിരുന്നു അവരുടെ സങ്കല്പം. പക്ഷേ കർത്താവ് പറഞ്ഞത് കർത്താവിൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. ഈ ആശയമാണ് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പിന്നീട് അതിനെ വികസിപ്പിക്കുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണെന്ന് പറയും. നിങ്ങളെല്ലാവരും ദേവാലയങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മനുഷ്യ ശരീരമാകുന്ന ദേവാലയം എന്ന പുതിയ നിയമത്തിലെ സങ്കല്പവും കല്ലും മണ്ണും ഭൗതിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച പഴയ നിയമ കാലഘട്ടത്തിലെ ദേവാലയം, ഈ 2 സങ്കല്പവും ഒരുമിച്ച് സമന്വയിക്കുന്നൊരു ദേവാലയമാണ് പാവൂക്കര സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക ഇവിടെ പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നാളെ ഈ കവാടങ്ങളൊക്കെ പരിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യുമ്പോൾ കാർമികൻ പറയുന്നൊരു വാചകമുണ്ട്, ദൈവമേ ഈ ദേവാലയത്തെയും ഞങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. അത് പരിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്താണ് അത് ചെയ്യുന്നത്. മൂറോൻ അഭിഷേകം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ജീവചൈതന്യം ഉണ്ടാകും, ഒരു ദൈവ സാന്നിധ്യം ഉണ്ടാകും. മൂറോൻ 2 കാര്യത്തിന് മാത്രമേ സഭയിൽ ഉപയോഗിക്കുകയുള്ളൂ. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കാനായിട്ട്, അത് ആവർത്തിക്കാനും പാടില്ല. മറ്റൊന്ന്, ദേവാലയം കൂദാശ ചെയ്യാൻ. കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കാൻ ഒരു പട്ടക്കാരന് അവകാശമുണ്ട്, പക്ഷെ ഒരു ദേവാലയം കൂദാശ ചെയ്യാൻ ഒരു മേൽപ്പട്ടക്കാരന് മാത്രമേ അവകാശമുള്ളൂ. കാരണം ആ വിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്യുന്നത് കൊണ്ടും കൂടെയാണ് അത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അതുകൊണ്ട് ദേവാലയ കൂദാശ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആഘോഷങ്ങളോ പുറമോടികളോ ഒന്നുമല്ല. അതിനേക്കാൾ അപ്പുറമായ രഹസ്യാത്മകമായ ജീവചൈതന്യം, ദൈവികമായ ചൈതന്യം ഉറപ്പാക്കുന്ന ചില ശുശ്രൂഷകളുടെ ന്യൂനതയില്ലാത്ത ശുശ്രൂഷകളുടെ പൂർത്തീകരണമാണ് ദേവാലയ കൂദാശയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. നല്ല നിലയിൽ കർമ്മങ്ങൾ നടത്തുകയും നല്ല നിലയിൽ ഏറ്റവും ഒരു തേയ്മാനം കൂടാതെ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യുന്ന ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലുണ്ടെന്ന് നമുക്ക് ഉറപ്പാകും. ഇത് നിങ്ങൾ മറന്നു പോകരുത്. 2 കാര്യങ്ങളാണ് ഇന്നിവിടെ നടത്താനുള്ളത്. ഒന്ന്, ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശില സ്ഥാപിക്കുക. അപ്പം നിങ്ങൾ പറയും, ഇത് വാനം തോണ്ടി ഞങ്ങളൊരു കല്ലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് തുടങ്ങിയതാണോ, ഇനിയിപ്പോൾ എന്തോ ശിലയാണ് ഇവിടെ ഇടാനുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. അതൊക്കെ നിങ്ങൾ പണിയുമ്പോൾ തുടങ്ങിയതാണ്. പണിക്കുറ്റം ഉണ്ടാകാതിരിക്കാനും പണിത് പോകുമ്പോൾ വലിയ വലിയ തടസ്സങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ളത് മാത്രമേ ആവുകയുള്ളൂ. പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു ദേവാലയത്തിൻ്റെ ശില എന്ന് പറയുന്നത്, നിങ്ങൾ ത്രോണോസിലേക്ക് നോക്കിയാൽ അവിടെ ഒരു ശോശപ്പ ഇങ്ങനെ മുകൾ ഭാഗം അല്പം പൊക്കമുള്ള നിലയിൽ എന്തോ മൂടി വെച്ചിട്ടുണ്ട്. ആ മൂടി വെച്ചിട്ടുള്ളത് 6 ഇഞ്ച് നീളം, 6 ഇഞ്ച് വീതി, 6 ഇഞ്ച് കനമുള്ള ഒരു ശിലയാണ്. അത് മാർബിൾ കല്ലോ അല്ലെങ്കിൽ കരിങ്കല്ലോ ഒക്കെ ആകാം, വളരെ വെട്ടിയെടുത്ത്. ഈ 6 ഇഞ്ച് നീളം, 6 ഇഞ്ച് വീതി, 6 ഇഞ്ച് കനമുള്ള ഉയരമുള്ള ഈ കല്ലിൻ്റെ മുകൾ പരപ്പിൽ 2.5 ഇഞ്ച് നീളം, 2.5 ഇഞ്ച് വീതി, 2.5 ഇഞ്ച് ആഴമുള്ള ഒരു കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിക്കകത്ത് ഈ 6 ഇഞ്ച് ക്യൂബിക് ആയിട്ടുള്ള ഈ കല്ല് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ മുകൾ പരപ്പിൽ ഒരു കുഴിയെടുത്ത് ഒരു വെള്ളിച്ചെപ്പ് വെക്കും. ആ വെള്ളിച്ചെപ്പിൽ ഒരു സ്ലീബ അടക്കം ചെയ്യും. പോരാ, 12 ചെറുകല്ലുകളും അടക്കം ചെയ്യും. ഈ 12 ചെറുകല്ലുകൾ എന്ന് പറയുന്നത് 12 അപ്പോസ്തലന്മാരാണ്. കർത്താവിൻ്റെ സ്ലീബ കുരിശുമരണത്തിൻ്റെ പ്രതീകമാണ്. അതോടൊപ്പം തന്നെ കുന്തുരുക്കമണികളും അതിൽ ചേർത്ത് വെക്കും. കുന്തുരുക്കമണികൾ വിശ്വാസികളുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും വിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്. നമ്മുടെ പിതാക്കന്മാരാരും അത്ര അവരുടെ ആധ്യാത്മികമായ ഉൾക്കാഴ്ച വലുതായിരുന്നു. അല്ലാതെ ഒരു കെട്ടിടം പണിതാൽ അതൊരു ദേവാലയമൊന്നുമല്ല.
ആ കെട്ടിടം പണിത് പരിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്യുമ്പോൾ അവിടെ ജീവചൈതന്യം തന്നെ ഉണ്ടാകും. നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിക്കൂ, വഴക്ക് പിടിക്കാതെ ഇവിടെ ആരാധന നടത്തൂ. അങ്ങനെ നല്ല കർമ്മം ചെയ്യുന്ന നല്ല വൈദികരെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചാൽ കേൾക്കും, ഉത്തരമുണ്ടാകും, ഒരു സംശയവുമില്ല. നമ്മൾ ഇതെല്ലാം മറന്ന് വഴക്ക് പിടിക്കാനും അതായത് പാർലമെൻ്ററി അല്ലാത്ത വാക്കുകളും ഒക്കെ വിളിച്ചു പറയുമ്പോൾ തമ്പുരാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകും, നിങ്ങൾ എന്നേലും കാണിതേ എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഉണ്ടാകരുത്. അപ്പോൾ ഈ ശിലാസ്ഥാപനം എന്ന് പറയുന്നതാണ്, അത് കർത്താവായ യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരെ വിശ്വാസികളുടെ സാന്നിധ്യം, അതിന്മേലാണ് ഈ ദേവാലയം പണിയപ്പെടുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അതൊന്ന്. ആ ശുശ്രൂഷയ്ക്ക് 1 മണിക്കൂർ ദൈർഘ്യമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കോട്ടുവായിട്ട് അവിടെ ഇവിടെ വാവൂന്നൊന്നും പറഞ്ഞ് നിൽക്കരുത്. ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഒക്കുകയുള്ളൂ. അത് ഈ സമൂഹം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ്. ശുശ്രൂഷയിൽ ഒരു പോറലും ഏൽക്കരുത്. രണ്ടാമത്തെ ഒരു ശുശ്രൂഷ, സെക്കൻഡ് പാർട്ട് ഓഫ് ദി സെറിമണി ടുഡേ, അത് നാളെ നടത്താനുള്ള മൊത്തം ശുശ്രൂഷയുടെ ഇൻട്രഡക്ടറി പാർട്ടാണ്. നാളെ നടത്താനുള്ളത് ബലിപീഠത്തിൻ്റെ കൂദാശ, വിശുദ്ധ മദ്ബഹായുടെ കൂദാശ, ബലിപീഠത്തിൻ്റെ കൂദാശയോടൊപ്പം തബലൈത്തായുടെ കൂദാശ, അത് കഴിഞ്ഞ് ഈ ഹൈക്കലായുടെ കൂദാശ, എല്ലാ കവാടങ്ങളും മൂറോൻ അഭിഷേകത്താലുള്ള മുദ്ര, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് അതിനും 1 മണിക്കൂർ ആവശ്യമുണ്ട്. ഇനി 2 മണിക്കൂർ ദൈർഘ്യമുള്ള ശുശ്രൂഷകൾ ഇവിടെ നടത്തും. ആരും ഇരുന്നും കെടുന്നും കോട്ടുവായിട്ടും പിന്നെ ചുമരിയാരും ഒന്നും ഇരിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അസുഖമുള്ളവർ ഇരിക്കുന്നതുകൊണ്ട് വിരോധവുമില്ല, അത് വേറെ വിഷയം. നിങ്ങളിപ്പോൾ പാട്ടൊക്കെ പാടി ഇവിടെ ഉണങ്ങി വെയിൽ കൊണ്ടൊക്കെ വന്നില്ലേ, അതൊന്നും അല്ല ശുശ്രൂഷയുടെ കാതൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ വെയിൽ കൊണ്ട് ജയൊക്കെ വിളിച്ചു, അതൊക്കെ നല്ലതൊക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു പോറലേറ്റാൽ അതിന് ഉത്തരം ഞാൻ പറയണം. അതുകൊണ്ട് എനിക്ക് ആ ജാമ്യമാക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ എടുക്കും എന്നുള്ള കാര്യം പറയുന്നു. നാളെ ഞാൻ മിക്കവാറും ഉണ്ടാകുകയില്ല, അത് ബാക്കി പിതാക്കന്മാർ ചെയ്തുകൊള്ളും. നാളെയും ഒരു 3.5-4 മണിക്കൂർ എടുക്കും. ഇതൊക്കെ നേരെയും ചൊവ്വയും നടത്തുകയാണെങ്കിൽ ഈ ദേവാലയം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ പണ്ട് ദേവാലയം പോലെ 2 പൊതുയോഗം നടത്തി അടിയും പിടിയും കൂടി കൈസ്ഥാനിയും പിന്നെ മുതൽപിടുത്തക്കാരനും ഒക്കെ ആയിട്ടുള്ള വഴക്കും വയ്യാവലിയായിട്ടിരിക്കും. അതൊന്നും പാടില്ല. ഇത് ദൈവത്തിൻ്റെ വീടാണ്. ആ ദൈവത്തിന് താമസിക്കാനൊരു വീട് നമ്മൾ ഒരുക്കുകയാണ്. അത് നിങ്ങൾ ചുവന്നേരെയായിട്ട് ചെയ്യണം. മറ്റൊന്നുള്ളത്, ഈ ദേവാലയത്തിൻ്റെ ഉടമസ്ഥത പരിശുദ്ധ സഭയ്ക്കാണ്. പാവുക്കരവക്കാർ വേണമെങ്കിൽ പറയുന്നത് എൻ്റെ വള്ളി എൻ്റെ കാരണന്മാർ പണിത വള്ളി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഉടമസ്ഥത സഭയ്ക്കാണ് അതിൻ്റെ ഉടമസ്ഥത. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരം സഭയും ക്രിസ്തു ശിരസ്സുമാണ്. അപ്പം ആ ശിരസ്സും ഉടലും തമ്മിലുള്ള ബന്ധമാണ് യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ളത്. അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഉടമസ്ഥത പരിശുദ്ധ സഭയ്ക്കാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സഭയ്ക്കാണ് ഇതിൻ്റെ ഉടമസ്ഥത എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതിൻ്റെ താക്കോൽ, ഇതിൻ്റെ പ്രധാന ചുമതലക്കാരൻ, കൺവീനറോ കൈസ്ഥാനിയോ ആരാണെങ്കിൽ അദ്ദേഹം എന്നെ ഏൽപ്പിക്കും. ഞാൻ ഈ താക്കോലും കൊണ്ട് ദേവലോകത്തേക്കൊന്നും പോകുന്നൊന്നുമില്ല, ഇതൊക്കെ ഇവിടെ കൊടുത്ത് തന്നെ പോകാൻ തന്നെയാണ്. പക്ഷേ ഉടമസ്ഥത സഭയ്ക്കാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. ഇത് വട്ടക്കുന്നേ ഭാവത്തിന് വേണ്ട കാലം തൊട്ട് ഇങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ താക്കോൽ കൂട്ടം കവാടത്തിലൂടെയാണല്ലോ മനുഷ്യർ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ആ താക്കോൽ കൂട്ടം സഭയുടെ പ്രധാന മേലധ്യക്ഷന് നിങ്ങൾ സമർപ്പിക്കണം. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ കീശയിലിടുന്ന പരിപാടിയല്ല. ഇത് ഇവിടുത്തെ മെത്രാപ്പോലീത്തായെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ താക്കോൽ കൊടുക്കും. അദ്ദേഹം ഇവിടുത്തെ വികാരി അച്ഛന് കൊടുക്കും. വികാരി അച്ഛൻ നേരത്തെ തന്ന ആൾക്കെന്നെ കൊടുക്കും. ഒരു പ്രതിജ്ഞയുണ്ട്, ഇത് എപ്പോൾ സഭ ആവശ്യപ്പെട്ടാലും തിരിച്ചു തരണമെന്നൊരു പ്രതിജ്ഞയും കൂടെ അതിൻ്റെ പുറകിലുണ്ട് എന്ന് ഓർക്കുക. ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. ഈ സമയത്ത് നിങ്ങൾ ആ താക്കോൽ കൂട്ടം ഏൽപ്പിച്ച് ഈ ഇടവക പരിശുദ്ധ സഭയുടെ ഉടമസ്ഥതയോട് ചേർക്കപ്പെടുന്നു എന്ന് വിളിച്ചറിയിക്കത്തക്കവണ്ണമുള്ള ഈ താക്കോൽ ദാനം നിങ്ങൾ നടത്തിയിരിക്കുന്നു. വളരെ സന്തോഷം. ഈ താക്കോൽ ഞാൻ നിങ്ങളുടെ ഇടവക മെത്രാപ്പോലീത്ത, അദ്ദേഹമാണ് ഈ പള്ളിയെ ഇവിടെ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് വികാരി. വികാരിയുടെ ചുമതലയിലാണ് നിങ്ങളെ വിളിച്ചു കൂട്ടുന്നതും. ഒരു മോശയുടെ സ്ഥാനം ഇവിടുത്തെ വികാരിക്കുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള മോശയെ നിയന്ത്രിക്കുന്ന ഒടയമ്പുരാൻ്റെ സ്ഥാനം തിരുമേനിക്കുണ്ട്. ഞങ്ങളൊക്കെ ആ സ്ഥാനത്ത് നിൽക്കുകയാണ്. ആ വിധത്തിൽ ഈ ദേവാലയം എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ചോദിച്ചു വാങ്ങാനുള്ള ഒരു പ്രധാന കേന്ദ്രമായി തീരണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കും. പരിശുദ്ധ ബാബാ തിരുമേനി കൽപ്പിച്ചതുപോലെ സഭയുടെ
ഭരണഘടനയ്ക്കും കാനോനകൾക്കും പാരമ്പര്യത്തിനും അനുയോജ്യമായി ഈ ദേവാലയം ഇതിൻ്റെ മുന്നോട്ടുള്ള ശുശ്രൂഷ നടത്തത്തക്കവണ്ണം ഇപ്പോൾ ചുമതലയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ഡാനിയൽ അച്ഛനെ ഏൽപ്പിക്കുന്നു. അച്ഛൻ അത് ട്രസ്റ്റിക്ക് കൈമാറുകയും ചെയ്യുന്നു. പരിശുദ്ധ ബാവാ തിരുമേനി ശൂന്യതയിൽ നിന്ന് മുകളിൽ ദൈവത്തെയും പരിശുദ്ധന്മാരെയും മാത്രം കണ്ടുകൊണ്ട് തുടങ്ങിയ ഒരു നിർമ്മാണവും ഇതിൻ്റെ പൂർത്തീകരണമാണ്. ബഹുമാനപ്പെട്ട കുര്യൻ ഡാനിയൽ അച്ഛൻ്റെ അക്ഷീണമായ അധ്വാനവും ഇടവക ജനങ്ങൾ ഒന്നടങ്കം അച്ഛൻ്റെ പിന്നിൽ അണിനിരന്ന് ആത്മാർത്ഥമായി അധ്വാനിച്ചതുകൊണ്ടാണ് ഈ സുദിനം ഇത്ര മനോഹരമാക്കി തീർക്കുവാൻ ദൈവം കൃപ ചെയ്തത്. ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രത്യാശ, വലിയ തിരുമേനി കല്ലിട്ടു, അതുകൊണ്ട് ഇത് മുടങ്ങാതെ പൂർത്തിയാകുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അത് പൂർത്തിയാക്കി തരികയും ചെയ്തു.